ആറ്റിങ്ങൽ നഗരത്തെ വീർപ്പുമുട്ടിച്ച് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കും അതിക്രമങ്ങളും. സ്വകാര്യ ബസ്സുകളുടെ അപകടകരമായ യാത്രയ്ക്കെതിരെയും പാലസ് റോഡിൽ അപകടം സൃഷ്ടിക്കുന്നതിനെതിരെയും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാവിലെ സമരം നടന്നിരുന്നു. ഇതിനെ തുടർന്നാണ് സ്വകാര്യ ബസ് ജീവനക്കാർ അതിക്രമങ്ങൾക്ക് തുടക്കമിട്ടത്. ബസ്സുകൾ ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പാലസ് റോഡ് ഉൾപ്പെടെയുള്ള നഗരത്തിലെ ഇട റോഡുകളിൽ നിർത്തിയിട്ട് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി. രാവിലെ നഗരത്തിൽ നിന്നും ബസ്സിൽ കയറിയ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകിയ ശേഷം ഇറക്കിവിടുകയായിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. പാലസ് റോഡിലും സമരസ്ഥലത്തെത്തിയ ചാനൽ ക്യാമറാമാൻമാരെയും റിപ്പോർട്ടർമാരെയും സ്വകാര്യ ബസ് ജീവനക്കാർ കയ്യേറ്റം ചെയ്തു. നിങ്ങളെ വണ്ടി തടഞ്ഞിട്ടില്ല. ഞങ്ങൾ അത്ര പറഞ്ഞു. നിങ്ങൾ ഈ വന്ന ഈ സാധാരണക്കാരെ പൈസ കൊടുക്കുക. അത് നമ്മളെ ജോലിയല്ലേ. എന്താ പറയേണ്ട അധികാരമുണ്ട്? നാട്ടുകാരെ പൈസയാണ്, നാട്ടുകാരെ പൈസയാണ്. നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. നിങ്ങൾ ഓടണില്ല പൈസ തിരിച്ചു കൊടുക്കണം. പൈസ അത്ര മാത്രമേ പറഞ്ഞു. കൂടുതൽ ഒന്നും നിങ്ങളുടെ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഒരു വണ്ടി എടുക്കുന്നില്ല. നിങ്ങൾ പ്രശ്നം പിടിച്ചോ പിടിച്ചോ. നിങ്ങൾ ആർക്കാ വണ്ടി പിടിക്കുന്നത്? കൂടുതൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ബസ് ജീവനക്കാരും തമ്മിലും നിരവധി തവണ സംഘർഷമുണ്ടായി. നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിലും സമീപ വിദ്യാലയങ്ങളിലും പരീക്ഷ എഴുതുന്നതിനായി എത്തിയ PSC ഉദ്യോഗാർത്ഥികൾ സ്കൂളിൽ പോകാനോ പരീക്ഷാ സ്ഥലത്തെത്താനോ കഴിയാതെ കണ്ണീരോടെ മടങ്ങി. സമരത്തിൽ യഥാസമയം ഇടപെടുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പരാജയപ്പെട്ടു. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയെന്നല്ലാതെ പരീക്ഷാ സമയം കഴിയുന്നതുവരെയും ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷാ ഹാളിലെത്താൻ കഴിയാതെ കണ്ണീരോടെ ബസ് സ്റ്റാൻഡിൽ നിന്നും തിരികെ മടങ്ങിയത്. വിവിധ ആവശ്യങ്ങൾക്ക് ആറ്റിങ്ങൽ നഗരത്തിലെത്തിയവരും ഉച്ചവരെ ഈ പ്രതിസന്ധിയിൽപ്പെട്ടു. PSC പരീക്ഷ കണക്കിലെടുത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമരം നേരത്തെ അവസാനിപ്പിച്ചിരുന്നു. ബസ്സുകളുടെ പെർമിറ്റ് കട്ട് ചെയ്യുമെന്നുള്ള അറിയിപ്പ് വന്നതിനെ തുടർന്ന് ഉച്ചയ്ക്ക് 1:30 ശേഷമാണ് സ്വകാര്യ ബസ്സുകൾ വീണ്ടും സർവീസ് പുനരാരംഭിച്ചത്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ 3 സ്കൂൾ കുട്ടികൾക്ക് പരിക്ക് പറ്റിയിരുന്നു. ഈ സ്വകാര്യ ബസ്സിൻ്റെ ഒരു മത്സര ഓട്ടം നമ്മുടെ ഈ പാലസ് റോഡിൽ നിരന്തരമായിട്ട് ഇത്തരത്തിലൊരു മത്സര ഓട്ടം ഉണ്ട് എന്ന് അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് പരിശോധിക്കുകയും അത് കൃത്യമായി ഉള്ള വസ്തുതയാണെന്ന് മനസ്സിലാക്കുകയും ഇന്നലെ ഡിവൈഎഫ്ഐ വൈകുന്നേരം പാലസ് റോഡിലൂടെ വണ്ടി കടത്തി വിടരുത് എന്നുള്ളൊരു നിർദ്ദേശം പ്രൈവറ്റ് ബസ് ഓണേഴ്സ് യൂണിയന് കൊടുത്തതാണ്. പക്ഷേ അത് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് രാവിലെയും 9 മണി മുതൽ ഈ ബസ് ഇത്തരത്തിൽ
പാലസ് റോഡ് വഴി കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായി. ഒന്ന് രണ്ട് വണ്ടികൾ പോവുകയും അടുത്ത വണ്ടി വന്നപ്പോൾ DYFI സംഘടിച്ച് ഇവിടെ വന്ന ആ ബസ് തടഞ്ഞ് അവരോട് മര്യാദയ്ക്ക് അവരോട് കാര്യം സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അവരിൽ നിന്നുണ്ടായത് വളരെ മോശകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ബസ് ജീവനക്കാരിൽ നിന്നുണ്ടായത്. അവരുടനെ ചിറയൻകീഴിൽ നിന്ന് പാലസ് റോഡ് വഴി ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോയ ബസ്സാണ് കുട്ടികളെ ഇടിച്ചത്. ബസ് നിർത്താതെ കടന്നു പോവുകയായിരുന്നു. ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആറ്റിങ്ങൽ കടുവയിൽ ആയില്യം വീട്ടിൽ AR അഭിനവ്, ആഴ്ത്തറമൂട് ദർശനാവട്ടം RB ഭവനിൽ J ദേവനാരായണൻ, ആറ്റിങ്ങൽ കൊട്ടിയോട് ശ്രീനന്ദനത്തിൽ S ശിവജിത്ത് എന്നിവരെയാണ് ബസ് ഇടിച്ചത്. രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഹോസ്പിറ്റൽ പോലും എത്തിക്കാവുന്ന മാനുഷികപരമായ ഉത്തരവാദിത്തം പോലും നിർവഹിക്കാതെയാണ് പ്രൈവറ്റ് ബസ്സിൻ്റെ മത്സര ഓട്ടം ആറ്റിങ്ങലിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ കച്ചേരിയുടെ നട കഴിഞ്ഞ് വരേണ്ട പ്രൈവറ്റ് ബസ്സുകൾ ഇപ്പോൾ പാലസ് റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്കാകമാനം ഇതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടാണുള്ളത്. പോലീസ് സ്റ്റേഷനും സിവിൽ സ്റ്റേഷനും കോടതിയും ട്രഷറി എല്ലാം ഉൾപ്പെടുന്ന ആറ്റിങ്ങലിൻ്റെ ഹൃദയഭാഗത്തേക്ക് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളൊന്നും ചെല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. കൂടുതൽ തിരക്കേറിയ 2-3 സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന, ഒരുപാട് വിദ്യാഭ്യാസ സ്വകാര്യ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ പാലസ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ തിരക്കേറിയ മേഖലയിൽ നിന്നും ഈ സ്വകാര്യ ബസ്സുകളുടെ ട്യൂബേ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFI കഴിഞ്ഞ ദിവസം RTO കാണുകയും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഇന്നലെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആ തീരുമാനം അട്ടിമറിക്കുന്ന ഒരു നിലയാണ് നമുക്ക് അറിയാനായി സാധിച്ചത്. ആറ്റിങ്ങൽ CI പാലസ് റോഡ് വഴിയുള്ള സ്വകാര്യ ബസ്സുകളുടെ യാത്ര നിർത്തുവാനും പകരം കച്ചേരി നടപടി പോകുവാനും നിർദ്ദേശിച്ചു. അടുത്ത ദിവസം MLAയുടെയും നഗരസഭാ അധ്യക്ഷയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന ഉദ്യോഗസ്ഥ യോഗത്തിൽ പഴയതുപോലെ പാലസ് റോഡ് വഴി തന്നെ വാഹനങ്ങൾ പോകുവാൻ തീരുമാനിച്ചു. ഇതോടെയാണ് ശനിയാഴ്ച പാലസ് റോഡ് വഴി വീണ്ടും സ്വകാര്യ ബസ്സുകൾ വന്നു തുടങ്ങിയത്. ഇത് അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് DYFI സമരരംഗത്തിറങ്ങുകയും ചെയ്തു. പാലസ് റോഡിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത നിരന്തര അപകട ഭീഷണി ഉയർത്തുന്നുമുണ്ട്. 3 പ്രധാന പൊതുവിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം സ്കൂൾ കുട്ടികൾ പ്രതിദിനം കടന്നുപോകുന്ന പാതയാണ് പാലസ് റോഡ്. നേരത്തെ സ്വകാര്യ ബസ്സുകൾ ഈ റോഡ് വഴി കടന്നുപോകില്ലായിരുന്നു. അതിനാൽ ഈ പാത സ്കൂൾ കുട്ടികൾക്ക് സുരക്ഷിത പാത തന്നെയായിരുന്നു. കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയ്ക്കാണ് സ്വകാര്യ ബസ്സുകൾ ഈ പാത ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതിനുശേഷമാണ് അപകടങ്ങളും വർദ്ധിക്കാൻ തുടങ്ങിയത്. അന്തിമമായിട്ടുള്ളൊരു തീരുമാനം ഇന്നായിട്ടില്ല. പക്ഷേ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് അഭിമുഖീകരിക്കപ്പെടുന്നത്. ഇന്ന് PSC ടെസ്റ്റ് ഉണ്ട്. അല്ലാതെ യാത്രക്കാർക്ക് മിന്നൽ പണം കൊടുക്കുക കാരണം യാത്രക്കാർക്ക് ഒരുപാട് ദുരിതമുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് ബന്ധപ്പെട്ട നേതൃത്വവുമായി ആലോചിച്ച് 2 ദിവസത്തിനുള്ളിൽ ഇതൊരു നയപരമായ കാര്യമാണ്. സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് നിയമപരമായ പ്രശ്നമാണ്. അങ്ങനെ മാത്രമേ ഇതിനൊരു അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയൂ. അതുവരെ അതിനൊരു അന്തിമ തീരുമാനം ആകുന്നത് വരെ താൽക്കാലികമായി DYFI ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയാണ്. അത് താൽക്കാലികമായാണ്. നമ്മുടെ DYFIയുടെ വാദം അല്ലെങ്കിൽ DYFI മുന്നോട്ട് വയ്ക്കുന്നത് ഇതുവഴി ബസ്സുകൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പെർമിറ്റ് അനുസരിച്ച് കച്ചേരി നട വഴി മാത്രമേ ബസ് പോകാൻ വേണ്ടി പാടുള്ളൂ. അതുതന്നെയാണ് DYFIയുടെ ഇപ്പോഴത്തെ അഭിപ്രായം. പക്ഷേ ഇതൊരു ധാരണ ആകുന്നത് വരെ താൽക്കാലികമായി DYFI ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നമ്മൾ ഈ അവകാശം നേടിയെടുക്കുന്നത് വരെ നമ്മളിവിടെ ഉണ്ടാകും. സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസം അനുവദിക്കില്ലെന്നും പാലസ് റോഡിലൂടെയുള്ള ബസ് ഗതാഗതം നിയന്ത്രിക്കണമെന്നും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും DYFI പ്രവർത്തകർ അറിയിച്ചു. HP ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. V-Guard, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com.
സരൂർ സെൻട്രി ആറ്റിങ്ങൽ.